സ്വന്തം അമ്മയ്ക്ക് കൊടുത്ത വാക്കു പാലിക്കാൻ വേണ്ടി ലോകം കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട റോക്കി ഭായിയുടെ കഥ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്നു. പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ കന്നഡ ഇൻഡസ്ട്രിയെ KGF സീരീസിലൂടെ ഇന്ത്യൻ സിനിമയുടെ മുൻനിരയിൽ എത്തിച്ചു. യശ് എന്ന നടന്റെ സ്റ്റാർ വാല്യൂവും ഇതിനോടൊപ്പം ഉയർന്നു. 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ KGF 2 മൂന്നാം ഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ടാണ് അവസാനിച്ചത്. 1970കളിൽ റോക്കി ഭായ് എന്തു ചെയ്യുകയായിരുന്നു എന്നതാകും മൂന്നാം ഭാഗം പറയുക. ഇപ്പോഴിതാ KGF യൂണിവേഴ്സിലേക്കുള്ള പുതിയ സിനിമ പ്രശാന്ത് അണിയിച്ചൊരുക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. തമിഴ് സൂപ്പർ താരം അജിത്തിനെ നായകനാക്കിയും പ്രശാന്ത് പുതിയ ചിത്രം ചെയ്യുകയെന്നാണ് റൂമറുകൾ. നിലവിൽ സലാർ 2വിൻ്റെ പണിപ്പുരയിലാണ് പ്രശാന്ത് നീൽ. സലാറിന് ശേഷമാകും അജിത്തുമായുള്ള ചിത്രം ആരംഭിക്കുക. KGF യൂണിവേഴ്സിന്റെ ഭാഗമാകും ഈ ചിത്രമെന്നും ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ യശ് എത്തുമെന്നുമാണ് റൂമറുകൾ. 2 ഇൻഡസ്ട്രിയിലെ സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് സ്ക്രീനിലെത്തുമ്പോൾ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക ആവോളം ഉണ്ടാവുമെന്നാണ് കണക്കൂട്ടലുകൾ. ഇതോടൊപ്പം അജിത്തിനെ നായകനാക്കി ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രം പ്രശാന്ത് അണിയിച്ചൊരുക്കുമെന്നും റൂമറുകളുണ്ട്. സലാർ 2വിന് ശേഷം ജൂനിയർ NTRനെ നായകനാക്കി ചെയ്യാനിരുന്ന സിനിമ വൈകുന്ന വേളയിലാണ് പ്രശാന്ത് അജിത് കുമാറിനൊപ്പം കൈകോർക്കുന്നത്. നിലവിൽ മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന വിടാമുയർച്ചയിലാണ് അജിത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. വിടാമുയർച്ചയ്ക്ക് ശേഷം ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഗുഡ് ബാഡ് ആൻഡ് ദി അഗ്ലിയിൽ അജിത് ജോയിൻ ചെയ്യും. 2025 പൊങ്കലിന് ഗുഡ് ബാഡ് ആൻഡ് ദി അഗ്ലി റിലീസാകുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ഇതിന് ശേഷമാകും അജിത് പ്രശാന്ത് നീൽ ചിത്രത്തിൽ ജോയിൻ ചെയ്യുക. പ്രശസ്ത മൂവി വെബ്സൈറ്റായ DT Next ആണ് ഇക്കാര്യം അറിയിച്ചത്.